മഹിമ അവനാകുന്നു നിന്റെ ദൈവം. നീ കണ്ടിട്ടുള്ള മഹത്വമുള്ള ഭയങ്കരമായ ജ്ഞാനികളെ ലഭിക്കുകയും ചെയ്തത് അവനത്രേ. നിരപരാധിന്മാരും 70 പേരും സ്നേഹത്തിലേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പോഴും നിന്റെ നിയമങ്ങളെ വർദ്ധിപ്പിച്ച് ആകാശത്തിന്റെ നക്ഷത്രങ്ങളെ പോലെ ആക്കിയിരിക്കുന്നു. ആകയാൽ നിന്റെ ദൈവകർത്താവിനെ സ്നേഹിച്ച് അവന്റെ പ്രമാണവും നിയമങ്ങളും കൽപ്പനകളും എപ്പോഴും പാലിക്കണം. മഹത്വമുള്ളവനായ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും പാലിക്കുമോ? ആകയാൽ നിങ്ങൾ എന്നെ ആരോട് ഉപമിക്കുന്നത്? ഞാൻ അവരോട് തുല്യനാകും. ഇന്ന് പരിശുദ്ധനായവൻ അങ്ങനെ ചെയ്യുന്നു. നിങ്ങൾ കണ്ണവയിലോട് ഉയർത്തി നോക്കുകയും ഇവയെ സൃഷ്ടിച്ചതായ അവൻ അവയുടെ സൈന്യത്തെ പുറപ്പെടുകയും അവയെല്ലാം വിളിക്കുകയും ചെയ്യുന്നു. അവന്റെ ശക്തിയെ മഹാത്മ്യനിമിത്തവും അവന്റെ ശക്തിയുടെ ആത്മനിമിത്തവും അവയിലൊന്നും തെറ്റിപ്പോവുകയില്ല. എന്നാൽ എന്റെ വഴി ദൈവത്തിന്റെ പറഞ്ഞിരിക്കുന്നു. എന്റെ വഴിയെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നത് എന്ന് യാക്കോബിന് പറയുകയും ഇസ്രായേലിനെ സംസാരിക്കുകയും ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? കർത്താവിനെയോ അവന്റെ ഭൂമിയിലെ വിശ്വസിച്ച് അവൻ ക്ഷീണിപ്പിക്കില്ല, തളർന്നു പോകുന്നില്ല, അവന്റെ പൊട്ടിക്കുകയില്ല, അവന്റെ ശക്തി നൽകുന്നു. ബലമില്ലാത്തവനെ ബലം വർദ്ധിപ്പിക്കും. യുവാക്കൾക്ക് ക്ഷീണിച്ച് തളർന്നു പോകും. യുവാക്കൾ അറിയുകയും എങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ശക്തിയെ കൂടും. അവൻ പ്രാവിനെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പാർക്കോ മോചനമാതിനായി പാപികളെ വരുവിൻ
Amen.
ലോകം നിങ്ങളെ വഹിക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണപ്പെട്ട് ജീവനിൽ കിടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നാം അറിയുന്നല്ലോ. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ വഹിക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിന്റെ ജീവനുള്ളിൽ വസിക്കുന്നില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാം സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുക്കൾ കൊണ്ടവൻ ആർക്കെങ്കിലും തന്റെ സഹോദരന് കണ്ടിട്ട് അവനോട് മനസ്സിൽ കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവരിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിൽ തന്നെ സ്നേഹിക്കുന്നു. അഭിമായി പാർക്കുന്നു. പുറമേ യഹൂദനായും യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ള പരിശുദ്ധനെയുമല്ല, അകമേ യഹൂദനായത്തിലെ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള പരിശുദ്ധനത്തിലെ പരിശുദ്ധനാണ്. അവന് മനുഷ്യനാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. എന്നാൽ യഹൂദന് എന്ത് വിശേഷത? അല്ല പരിശുദ്ധനാൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസനീയത നീക്കം വരുമോ? ഒരു കാലമില്ല. നിന്റെ വാക്കുകളിൽ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ചെയ്യുവാനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഘോഷപരമാണെന്നെങ്കിലും. എന്നാൽ നമ്മുടെ നീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു എങ്കിൽ നാം എന്ത് പറയും? ശിക്ഷ നൽകുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല. അല്ലെങ്കിൽ ദൈവം ലോകത്തെ വിധിക്കും. ദൈവത്തിന്റെ സത്യം എന്റെ ഘോഷിനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപിയെന്ന് വിധിക്കുന്നത് എന്ത്? നല്ലത് പറയേണ്ടതിനാൽ തീയത് ചെയ്യുക എന്ന് പറയുന്നല്ലോ. ഞങ്ങൾ അങ്ങനെ പറയുന്നുവെന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ. ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ.
ചെവികൊടുത്ത് നമ്മുടെ ഭാഗ്യവായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവേ ശിക്ഷയുടെ ശുദ്ധായ കീഴിലൊന്നേ ദൈവത്തിന്റെ ജീവനുള്ള അറിയിപ്പിനെ കഴിക്കണം. പറക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവനിൽ പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രഘോഷിക്കുന്ന വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹാ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാടുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. നിങ്ങൾ അധിക ഫലം പുറപ്പെടുവിക്കുകയും എന്റെ ശിഷ്യന്മാരായി തീരുകയും ചെയ്യുന്നതിനാൽ പിതാവ് മഹിമയുള്ളവനായി തീരുന്നു. എന്റെ പിതാവിനെ സ്നേഹിച്ചതുപോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ തന്നെ വസിപ്പീൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ട് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളും എന്റെ കൽപ്പനകളെ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനുമായി ഇവ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നുള്ളതാകുന്നു എന്റെ കൽപ്പന. ഒരുവൻ തന്റെ സ്നേഹിതർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലുതായിട്ടുള്ള സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതെല്ലാം നിങ്ങൾ പാലിച്ചാൽ നിങ്ങൾ എന്റെ സ്നേഹിതരായിരിക്കും. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, എന്തെന്നാൽ ദാസൻ തന്റെ യജമാനൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് അറിയുന്നില്ല. എന്നാൽ ഞാൻ എന്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതരെന്ന് ഞാൻ വിളിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം ഉത്പാദിപ്പിക്കുവാനും നിങ്ങളുടെ ഫലം നിലനിൽക്കാനും തക്കവിധം നിങ്ങളെ ഞാൻ നിയമിച്ചിരിക്കുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനായി ഞാൻ ഇങ്ങനെ കൽപ്പിക്കുന്നു. ലോകം നിങ്ങളെ ദ്വേഷിക്കുമെങ്കിൽ നിങ്ങൾക്ക് മുമ്പേ അതെന്നെ ദ്വേഷിച്ചു കഴിഞ്ഞെന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങൾ ലോകസംബന്ധികളായിട്ടുണ്ടെങ്കിൽ ലോകം സ്വന്തമായുള്ളതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകസംബന്ധികളല്ല. എന്തെന്നാൽ ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നത് എന്ന് ഞാൻ കൽപ്പിച്ചരുളും ചെയ്തു. പറക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞുപോകാത്തതല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഉത്തമനാഥനായ കർത്താവേ, നീ നിന്റെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ രക്തം ഞങ്ങൾക്ക് പാനീയമായി നൽകുകയും സ്വർഗീയ രാജ്യത്തെ ഞങ്ങളെ അവകാശികളാക്കുകയും ചെയ്തുവല്ലോ. നിനക്ക് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്നതായി സമയത്തും
സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കാലുമായി പുണ്യം നൽകുന്ന വീടിനുമായി ദിവ്യം സ്വർഗീയമായ വിശ്വാസങ്ങളുമായി ഭയങ്കരമായ സുഹൃത്തുമായി ബഹുമാനപ്പെട്ട പണ്ടകാലപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കുന്നു. ഞങ്ങളെ അകൃത്യങ്ങളെയും ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വമായ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ മഹാപാപങ്ങളെയും വിശ്വാസികളായ അതിന്റെ സകലങ്ങളുടെ പാപങ്ങളെയും നീ മായ്ച്ചു കളയണമേ. ഉത്തമനെ ദൈവത്തോട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർക്കണമേ. എന്റെ കർത്താവേ, എന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാഹിപ്പവരുടെ ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയും പരിമഞ്ഞ് തെളിക്കണമേ. കർത്താവേ, കർത്താവും മഹത്വത്തിന് നാഥനുമായ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങൾ തുണയ്ക്കായി നീ എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിക്കാൻ വന്നു ചെയ്യണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപപടികളെ ഞങ്ങൾ നിന്ന് കരുണാപൂർവ്വം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിൽ ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളത് അനുയോജ്യവും ദൈവത്വത്തിന് പ്രീതികരവുമായ ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും നീ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്നേഹപൂർവ്വം പ്രത്യക്ഷപ്പെട്ടവനായ തന്റെ ആവശ്യങ്ങൾ മൂലം ലോകത്തിന് പാപപരിഹാരം നൽകിയ നിന്റെ പരിശുദ്ധ റൂഹായുടെ മുമ്പാകെ ദൈവത്വം ഘോഷിക്കുകയും പരിശുദ്ധ ത്രിത്വം ആവസിക്കുകയും ചെയ്യുന്നതായ പരിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കരങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവന്റെ കുറ്റങ്ങൾ മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ സകലവാക്യങ്ങളുടെ ആശീർവാദത്തിനും നല്ല ഓർമ്മയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിരക്കുന്ന ഏകജാതന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്ന് നാം പ്രാപിക്കുമാറാകട്ടെ. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ പരിശുദ്ധ തത്വത്തെ കീർത്തിച്ചുകൊണ്ട് ഇപ്രകാരം അട്ടഹസിച്ചു ചൊല്ലുന്നു.
ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും സഹോദരന്മാരെ ഗുരുക്കന്മാരെ സൃഷ്ടികളെ ഞാൻ പഠിക്കുന്ന വിശുദ്ധ കുർബാന ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലത്തെയും ജീവിക്കുന്ന ആത്മാവും Oh
ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധം ദിവ്യമായ ചുമലത്താൽ ഓരോരുത്തരും അടുത്തവര് തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധം ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള തലവലിക്കണം. കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും നിനക്ക് സമർപ്പിക്കും. ഹോശോ കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്രബലി മുഖാന്തരം സകല ശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ നീ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളെ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. തിരുമുമ്പാകുന്നതുകൊണ്ട് ഇടവിടാതെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാർ വിളിച്ച് തൃത്വസ്തുതികളാണ് പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ.
ദൈവമായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്നേഹമാർക്ക് നൽകിയവരോട് നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുകയും ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്ന് അരുളി ചെയ്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്നേഹമാർക്ക് നൽകിയവരോട് ഇത് നിങ്ങൾ എല്ലാവരും വാങ്ങിപ്പാനം ചെയ്യുകയും ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. ഇതനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും സ്മരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കർത്താവ് മുൻകൂട്ടി കൽപ്പിച്ചു. നിന്റെ മനുഷ്യാവതാരത്തിലെ സകലരക്ഷാപ്രവർത്തനങ്ങളെയും നിന്റെ സഭയെ ഓർക്കുന്നു. ഓരോരുവനും അവനവന്റെ പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ഭ്രമജനകമായ നിന്റെ പുനരാഗമനത്തെയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപത്തോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവേ
ഞങ്ങളുടെ ദൈവമായ മശീഹാനപുരാന്റെ തിരുശരീരമായി പൂർത്തീകരിക്കട്ടെ. പരിശുദ്ധ ആവസിച്ച് ഈ കാസായിലേക്ക് കടപ്പിക്കേ. ഞങ്ങളുടെ ദൈവമായ മശീഹാനപുരാന്റെ തിരുരക്തമായി അത് രൂപാന്തരപ്പെടുത്തട്ടെ. ഈ തിരുശരീരത്തിൽ അനുഭവിക്കുന്ന സകലർക്കും ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തിരികെ തന്മൂലം അവർക്ക് ജീവൻ അവകാശിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ കുലസുബാൻ ലമുൽമീൻ. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിനിടയന്മാർ ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ ഈ സഭയിൽ നീ എഴുന്നേൽപ്പിക്കണമേ. നിങ്ങൾ നിനക്ക് ഏകജാതന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സർവശക്തമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളകപ്പെട്ട് ഇതിൽ ആശ്രയിച്ചിരിക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടി വേഗത്തിനെ അവരെ ദർശിക്കുന്ന വേണ്ടി ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് ബലഹീനമായ ഞങ്ങളോട് കൂടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മകളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യം അഭിവൃദ്ധി ഉണ്ടാകാനായിട്ടും അവർ സുഖമായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ക്ലേശിക്കുന്നവർക്ക് സഹായം നൽകണമേ. അവരെ സഹായിക്കുന്നവരെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് ഏകജാതന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ കുലസുബാൻ ലമുൽമീൻ. ജനങ്ങളുടെ സമൂഹം ക്രിസ്ത്യാനി സമൂഹം സുഖമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയും അവരെ ക്രൂരമായി ഞങ്ങൾ നിന്ന് നീക്കണമേ. കരുണയില്ലാത്ത ദിവന്മാരുടെ കൈകളിൽ നിന്ന് ഞങ്ങളെ നിരീക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് ഏകജാതന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ കുലസുബാൻ ലമുൽമീൻ. ഭൂമിയിലെ വിശുദ്ധിയോടും മാതൃകളോടും അനുഗ്രഹിക്കപ്പെട്ടോടും ലഭിക്കുകയും ഭാഗ്യവതിയുമായ ദൈവമറിയാവുകയും അവളോടുകൂടി വിശുദ്ധന്മാരായ
വൈദികന്മാരെയും പ്രസംഗക്കാരെയും സ്ത്രീമാരെയും ഏവകീയസ്ഥന്മാരെയും സന്ധ്യന്മാരെയും മോദ്യാരന്മാരെയും ഭാഗ്യവാനന്ദനെയും മുന്നോട്ടുകാരനുമായ മാറിയുമാനും മന്ത്രാനായും സമ്മാസന്മാരും പ്രധാനിയും സഹദേവന്മാരും പരിശുദ്ധരും തോന്നുമുള്ളവരുമായ വാസുദേവാനും ശ്രീമാരായ നമ്മുടെ പിതാവായ അവരുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അടികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിരക്കുന്ന ഏകദാനത്തിന് പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വകുൽ സുബാൻ ലമുൽമി. ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി പ്രാപിച്ച് ശ്രമിക്കുന്നവരെ പരിശുദ്ധങ്ങളുമായ 3 പൊതുദിവസങ്ങളും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും ഭക്തന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങൾ പിതാക്കന്മാരെയും ആചാര്യനും പുണ്യവാനും സ്ത്രീകായും സംവിധാനമായ ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോഥെയോസും പീനസിനോസും അന്തിമോസിവാനോസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഗൗരവമായ പ്രസിദ്ധനായ മാർക്കോറിയോസും സുറിയാക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വാനത്തോടും നൽകാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്ഥലവും പറയാൻ സംശയം കൂടാതെ ദൈവമാതാവിന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ നിങ്ങളെ സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധമായ നിങ്ങളുടെ ഭാവന്മാരെയാക്കപ്പെടുന്നവനായി മാരപ്രിയന്മാരെയാക്കോടും മാനസഭാക്കന്മാർമാരായും ദുഃഖിതന്മാരായ മാതസ്സമായും മനുഷ്യരുടെ സ്തുതി തിരഞ്ഞെടുക്കപ്പെട്ട മാർഗമായും മലങ്കരയുടെ പരിശുദ്ധന്മാരായ ഞങ്ങളുടെ പിതാക്കന്മാരെയും വിട്ടുമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരുന്നവരായി ഇവരുടെ മുൻപും ഇവരോടുകൂടി ഇവരുടെ ശേഷമുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് പൂർത്തിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായി ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് ഏകജാതത്തിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വകുൽ സുബാൻ ലമുൽമി. സത്യവിശ്വാസത്തിൽ മുൻപോട്ട് നിങ്ങൾ പ്രാപിച്ച് വിശ്രമജനങ്ങളുടെ വന്നതെന്നവരായി പരിശുദ്ധമായിരിക്കുന്നു. ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും വാങ്ങിപ്പോയിരുന്ന വിശ്വാസികളെ ശ്രമിച്ചുപോയവരെ നിങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ മരുഭൂമികളെ നമ്മുടെ ദൈവമായ വിശുദ്ധരോട് ധാരാളമായ അനുഗ്രഹം മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിന് അവരെ ഒന്നിനാക്കുവാനും നമ്മെ പൗരന്റെ സംവിധാനം ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച 3 പ്രാവശ്യം കർത്താവേ, കരുണയോടെ ഞങ്ങളുടെ വാങ്ങിപ്പവരെ നിങ്ങൾ രക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ.
എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ ശരീരത്തിൽ അവരുടെ അവയവങ്ങളിൽ പറഞ്ഞിരിക്കുന്നുവല്ലോ, അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ഞങ്ങളുടെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെയും അപരാധം ഓർക്കരുതേ. ഞങ്ങളെയും അവരെയും ക്രിസ്തീയാന്യത്തിന് നീ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിൽ ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ സകലത്തിൽ പോലെ ഈ വിശുദ്ധപാന വഴിയായി മഹത്വപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഘോഷോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വലിയവനും രക്ഷകനുമാകുന്ന യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Oh
എന്റെ സഹോദരങ്ങളെ എല്ലായ്പ്പോഴും നാം കർത്താവിനോട് അപേക്ഷിക്കണം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളാലും കരുണയാലും രോഗികൾക്ക് പൂർണ്ണസൗഖ്യം, ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും, ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും, അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും, സമീപസ്ഥർക്ക് കാവലും നൽകണമേ. ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും, ചിന്നിപ്പോയവർക്ക് ഒരുക്കവും, കാണാതെ പോയവർക്ക് കണ്ടെത്തലും, വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും, അതിഥികൾക്ക് സന്തുഷ്ടിയും, വിഗതന്മാർക്ക് മനോധൈര്യവും സഹായവും, ദരിദ്രർക്ക് പോഷണവും സംതൃപ്തിയും, ഭാവികൾക്ക് പൂർണ്ണമോചനവും നൽകണമേ. ആചാരത്തിൽ ഉന്നതിയും ശുശ്രൂഷകൾക്ക് വണ്ണ കൊടുക്കി നിന്റെ നിരക്കും ഭൂമിയിലെ രാജ്യങ്ങൾക്ക് വാഴുകയും യുദ്ധങ്ങൾക്ക് ഒതുക്കവും, മരിച്ചവർക്ക് ആശ്വാസവും, ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ. സഹോദരങ്ങളെ, വീണ്ടും ദൈവമാതാവായ വിശുദ്ധ കുറിച്ചും പരിശുദ്ധന്മാരെ കുറിച്ചും വിശ്വാസികളായ സഹഭാഗികളെ കുറിച്ചും നല്ല ഓർമ്മയുണ്ടാക്കാനായി എല്ലായ്പ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കണം. അവരുടെ നമ്മുടെ നമ്മുടെ മാതാപിതാക്കന്മാരെ, സഹോദരീ സഹോദരന്മാരെ, നേതാക്കളുടെ കരുത്തന്മാരുടെ, വാങ്ങിപ്പോയവരുടെ, അന്യോന്യനാമങ്ങളുടെ മാതാപിതാക്കളായ ധാരാളമായ പേരുകളിൽ നാം യാചിച്ചു, വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിലൂടെയായിരിക്കുന്ന പിതാവാം ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തന്റെ ഏകപുത്രനെ വന്ദിക്കുകയും ജീവനുള്ളവന്റെ വിശുദ്ധവുമായി വാഴ്ത്തുകയും കരുണയുള്ളവനായ കർത്താവിന്റെ നമ്മുടെ ജീവനെ കരുണയിച്ച് തന്നോട് അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യണം. ഉത്തമനായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ രോഗികളും ദരിദ്രരും പീഡിതരും പലതരം പ്രയാസം വലിയവരുമായ എല്ലാവരെയും പ്രത്യേക ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതം നിരന്തരത്തിനെ വാദപ്പെടുത്തുവാനും സ്നേഹത്തിലും സന്തോഷത്തിലും ദീർഘായുസ്സുവാനും നിന്റെ കൃപയാദാനമായ വേണമേ. അവരോട് പരസ്പര സ്നേഹത്തിന്റെയും കരുത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും ആത്മാവും കുടുംബ ജീവിതത്തിന്റെ പരിപാലനം കാത്തു സൂക്ഷിക്കുവാൻ നിന്റെ സഹായം ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ അവരുടെ പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകപുത്രനെ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ
ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ നിരക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ പാപപരിഹാരം നൽകണമേ. ഞങ്ങൾ നിനക്ക് ഏകദാനത്തിന് പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ സമാധാനം ഉണ്ടായിരിക്കട്ടെ. അടയ്ക്കപ്പെട്ട യേശുദാസനെ കൈക്കൊള്ളുന്നു. വീണ്ടും കരുണയുള്ള തലകുലിക്കണം. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീരത്തിൽ അനുഭവിക്കുവാൻ പ്രതീക്ഷ നൽകുന്ന നിന്റെ ജനങ്ങളെയും നിന്റെ ഇടവകയിലെ ആളുകളെയും വലത് കൈ ആവസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് ഏകജാതന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ പരിശുദ്ധമഹത്വമുള്ളതും സൃഷ്ടിയില്ലാത്ത സ്വയംഭൂവും പരാതിയവും മധ്യവും സാരാംശപ്രദമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും കരുണയും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധവുമായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Deus,
ജീവിതത്തിന്റെ അവിഭാജ്യങ്ങളെ ഉപദേശിക്കുകയും
സ്വന്തം ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്തു. ദൈവത്തിന്റെ മനുഷ്യാവതാരത്തെ ഉചിതമായി ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു നൽകിയതിനാൽ ദേവലോകസ് എന്ന നാമധാനെ കീർത്തിയതിനായി യോനിയാനോസ് ചക്രവർത്തിയുടെ ഗ്രഹപീഠങ്ങളെ ചെറുത്തു നൽകുവാൻ ദൈവത്തിനെ ശക്തനാക്കി. പരിശുദ്ധാത്മാവ് താഴ്ന്നു പുറപ്പെടുന്ന ദിവ്യരഹസ്യം നീ ഞങ്ങളുടെ വ്യാഖ്യാനിച്ചു തന്നു. ഈ പിതാക്കന്മാരുടെ സകലന്മാരുടെയും ജീവിതനാളിനെ ഉചിതമായി ആഘോഷിക്കുവാനായിട്ട് കർത്താവേ ഞങ്ങൾക്ക് നീ സംഗതിയാക്കണമേ. എന്നാൽ അവസരയ്ക്ക് വേണ്ടി അനേക പോരാട്ടങ്ങൾ നടത്തി സമൂഹത്തെ തന്നെ മാറ്റമായി തീർന്നു. കർത്താവയോട് മധ്യസ്ഥയായി ഞങ്ങളുടെ സഹോദരന്മാർക്കും ദോഷങ്ങളിൽ നിന്ന് മോചനവും നന്മകളാൽ ആനന്ദവും നൽകണമേ. ദരിദ്രന്മാർക്ക് പോഷണവും നിങ്ങൾക്ക് ആശ്രയവും ഭാഗ്യവും മോചനത്തെ നൽകണമേ. ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകം നീ അനുഗ്രഹിക്കണമേ. വിശുദ്ധന്മാരുടെ പ്രവർത്തികളിൽ തീരുമാനം ഞങ്ങളുടെ ശക്തി നൽകണമേ. ഞങ്ങൾ വാങ്ങിപ്പോയതിൽ നിന്റെ ജീവനുള്ള വിശുദ്ധമായിരിക്കും. സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. Thank you.
ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനാശയാതമായിരുന്ന ഞങ്ങളുടെ ദുർവിരാങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നെ ആജ്ഞാനുവിനായി തീരണമേ. ആമേൻ. സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. Peace.
എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവരെ വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ ഉയർത്തിപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധവുമായ വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിലോ കുറ്റാരോപണത്തിനുമായി തീരാതെ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നമ്മുടെ തീരുമാനത്തിന് പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെയുള്ള മുഖപ്രസന്നമായ തീരുമാനമേ. ആമേൻ. ക്രൂരന്മാരുടെ തേരതുപോലെ സ്ഥിരമേ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവരും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ ഒതുക്കത്തിനും വേണ്ടി പരിപാലിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്നതിന് വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും തിരുവമ്പാകെയുള്ള മഹാപ്രസന്നതയ്ക്കുമായി വിലയേറിയതായ നിന്റെ തിരുശരീരത്തിൽ അനുഭവിക്കുന്ന നിന്റെ ആരാധനയുടെ സംഘത്തെ നിന്റെ അദൃശ്യമായ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമശിഹായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധത വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നുവന്നേക്കും ചെയ്യപ്പെടുമാറാകട്ടെ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമശീഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ അവിടുത്തെ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പുണ്യം പ്രാപിക്കുന്ന അവിടുത്തെ രക്തം ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. Oh
കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു. ഞങ്ങളെ എന്റെ പ്രീതി ശക്തിപ്പെടുത്തുകയും സഹായിച്ചു താങ്ങി എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഈ ആത്മീയമേശയിൽ നിങ്ങൾ സന്തുഷ്ടരായതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യത്തിൽ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ളവരും തലവരിക്കണം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഞങ്ങൾക്ക് അക്ഷര ഭക്ഷണമായി തീർന്ന സത്യാത്മമായ നശിക്കാത്തവരാനെ കിടാത്ത നരകത്തിൽ നിന്നും ചാകാത്ത ഒഴിവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമർപ്പിക്കും. ഉപദേശത്തിൻ ജീവജലത്താൽ സഭയെ നനച്ചു. പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പാപം പോക്കിടേണമേ. അർപ്പിക്കുന്നു വർഷാരംഭം സ്തോത്രം ഞങ്ങൾ. വർഷം മുഴുവൻ ഞങ്ങളെ അൻപോടും വാഴ്ത്തിയിടേണമേ. മലിനതമായി ചെന്നും നന്മകൾ നൽകിയിടേണമേ. ഹബീബായ എന്റെ സഹോദരങ്ങളുടെ വാത്സല്യമുള്ളവരുമേ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പാപപരിഹാരത്തിന്റെ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വഴിയാണ് നിങ്ങളുടെ അനുഗ്രഹങ്ങളോടുകൂടി വിശുദ്ധി മഹത്വമുള്ള ത്രിത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ പ്രമേയപ്പെടുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും വാങ്ങിപ്പോയവരും നമ്മുടെ കർത്താവായ യേശുമിശിഹായ അപേക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ ഉത്തരവിധപ്പെട്ടവരുമേ, ഈ പരിശുദ്ധ നിങ്ങളുടെ കടങ്ങളുടെ പരിഗണിക്കും, നിങ്ങളുടെ കുറവുകൾ രക്ഷിക്കുകയും വിശ്വാസങ്ങളുടെ വാങ്ങിപ്പോയവരെ തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണകളെ കൊണ്ട് സഹായിക്കപ്പെടുമാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോവുകയും എന്നേക്കും ബലഹീനരായ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രാർത്ഥനയോടൊപ്പം
ഇപ്പോൾ പുതിയ വർഷത്തിൻ്റെ സന്ദേശം പോകാനായിട്ട് നാവിനിക വിദ്യാസത്തിന് വേണ്ടി പഴയ സ്നാനം 3-ാം വർഷം അധ്യായത്തിലായിരിക്കുന്ന പ്രഥമ ലിപി ഇപ്പോൾ നമുക്ക് സന്ദേശം സ്ത്രീയുടെ ദൈവത്തിൻ്റെ ജീവിതനാമത്തിന് ഉണ്ടായിരിക്കട്ടെ. ആദരണീയരായ പൈതൃക ശ്രേഷ്ഠരെ, സഹോദരങ്ങളെ, മന്ദിരായ ഡോക്ടേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വീണ്ടും ഒരു യാത്രയുടെ ആരംഭത്തിലേക്കാണ് ഞാൻ നിൽക്കുന്നത്. ആ യാത്രകൾ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ചില സന്തോഷങ്ങളും ചില ദുഃഖങ്ങളും സഹനങ്ങളും ഒറ്റപ്പെടലുകളും അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ചിലത് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത രീതിയിൽ ചിലത് പ്രവർത്തിക്കുമ്പോഴും അവിടെ നമ്മളെ വീണ്ടും ആ യാത്രയിൽ മുമ്പോട്ട് നയിക്കുന്ന ഒരു ജീവിത പ്രയാണം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ യാത്രയിലാണ് നാം എവിടെ നിൽക്കുന്നു, നാം എന്തിൽ നിൽക്കുന്നു, എന്തിനു വേണ്ടി നിൽക്കുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ നിന്ന 2 പിതാക്കന്മാരുടെ ഓർമ്മയാണ് കൂടിയാണ് നാം ഇന്ന് ആചരിക്കുന്നത്. കപ്പലോക്കി പിതാക്കന്മാരായിരിക്കുന്ന വലിയ ബസേലിയോസിന്റെയും ഗ്രിഗോറിയോസിന്റെയും ഓർമ്മ ദിവസം. അവർ സഭയ്ക്കും സമൂഹത്തിനും നൽകിയതായ അവരുടേതായ പങ്കുവയ്ക്കൽ എപ്രകാരം വിലയുള്ളതാണെന്ന് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്തില്ല. അങ്ങനെ ആ സഭ വളരുന്നതിനും അവർ എന്റേതായ സകല പീഡനങ്ങൾക്കും വേണ്ടിയും ഇന്ന് നമ്മൾ കാണുന്നതായ ഈ സഭയുടെ കേന്ദ്രം വളർന്നെങ്കിലും അവരുടേതായ ചിന്തകളും അവരുടേതായ വേദവ്യാഖ്യാനങ്ങളും അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ആ യാത്രയാണ് ഇത് നമ്മളെ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയുള്ള യാത്രകൾ ചില നമുക്ക് എന്തോ നമ്മെ പഠിപ്പിക്കുന്നു. ആ യാത്രകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഈ കഴിഞ്ഞ വർഷം എൻ്റെ ഭവനത്തോട് ചേർന്നുകൊണ്ട് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു ഫോൺ കോൾ കിട്ടുന്നുണ്ട്. ആ യാത്ര എന്ന് പറയുന്നത് ഒരു അമ്മയുടെ അടുക്കൽ നിന്ന് മാറിപ്പോയ ഒരു മകളുടെ ഒരു അനുഭവമാണ് എന്ന് കേൾക്കാൻ സാധിച്ചത്. തിരിച്ച് ഈ മകൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ മാതാവിന്റെ അടുക്കിലേക്ക് വീണ്ടും സംരക്ഷണത്തിലേക്ക് തിരികെ വരുന്ന ആ അമ്മ മണിത്തത്തിലേക്ക് വീണ്ടും തിരികെ വരുന്ന ഒരു അനുഭവം. രണ്ടാമതായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ ഉപമ. അപ്പന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയ ആ മകൻ വീണ്ടും അപ്പന്റെ സന്നിധിയിലേക്ക് വന്നു ചേർന്നെടുക്കുന്ന ആ യാത്ര. ഈ 2 യാത്രകളും നമ്മൾ ഓർക്കുവാണെങ്കിൽ ഇവിടെയാണ് ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ 2 യാത്രകളിൽ ചിലതൊക്കെയോ എവിടെയോ എത്തിച്ചേരേണ്ടതായി അവർ ഓർക്കുമ്പോഴും അതിന് സാധിക്കാതെ വന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നതായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ശുശ്രൂഷയുടെ പേരാണ് പശ്ചാത്തലം ശുശ്രൂഷ, റീകൺസിലിയേഷൻ. ഈ 2 അനുഭവങ്ങളിലും അവർക്ക് അവരുടേതായ ജീവിതം ആസ്വദിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവരാണ്. പലപ്പോഴും ഈ ഇടയ്ക്ക് ഒരു വ്യക്തി എന്നോട് ചോദിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് ജീവിതം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇപ്രകാരമാണ്: ഒരേ ഒരു ജീവിതമുള്ളൂ, ആ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളത്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു ആഹാരം നമ്മൾ കഴിക്കാം, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം. എന്നാൽ ആ ആഹാരം കഴിക്കുമ്പോൾ ഒരു ലിമിറ്റ് അനുസരിച്ച് കഴിച്ചില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് തന്നെ അത് നമ്മളെ തന്നെ വളരെ ശക്തമാക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ജീവിതത്തിന് കടലോടെ കിടക്കുകയാണ് യാത്ര. ആ ജീവിതയാത്രയിൽ കടക്കുമ്പോൾ ആ കടലിനോട് ആഴമുണ്ട് അല്ലേ? ആ ആഴം നമ്മുടെ പരിപൂരത്തിലേക്ക് കയറിവിടും. മുങ്ങാനുള്ള ചാൻസ് അല്ലേ? നമ്മൾ എപ്പോഴും പലപ്പോഴും നമ്മൾ ആ സോണാണ് ഇപ്പോഴത്തെ പറയുന്നത് ഡേഞ്ചർ സോൺ. പലപ്പോഴും നമുക്ക്
കൊറോണയുടെ കാലഘട്ടത്തിൽ വരുമ്പോൾ ഡേറ്റേഴ്സ് ഓൺ സെയിൽസ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴും ഇവിടെ ഡേറ്റേഴ്സ് ഓണിലേക്ക് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ പശ്ചാത്തല ശുശ്രൂഷയിലൂടെ നമ്മൾ ഇതിലേക്ക് എത്തുകയാണ്, സേഫ് സോണിലേക്ക് എത്തുകയാണ്. അതാണ് ജീവിതം എന്ന് പറയുന്നത്. ഈ കലാമിന്റെ പ്രധാനപ്പെട്ട ഒരു വരികളുണ്ട്. അതുപ്രകാരമാണ് ഞാൻ പറയുന്നത്. പാസ്റ്റ് ഈസ് എ വേസ്റ്റ് പേപ്പർ. 2024 എന്ന അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ പുതിയൊരു അധ്യായത്തിലേക്ക് 2025 ഇവിടെ തുടങ്ങുകയാണ്. ആ തുടക്കമാണെന്ന് പറയുന്നത് നമ്മുടെ ന്യൂസ് പേപ്പർ. പ്രസന്റ് ഈസ് എ ന്യൂസ് പേപ്പർ, ഫ്യൂച്ചർ ഈസ് എ ക്വസ്റ്റ്യൻ പേപ്പർ. സോ റീഡ് ആൻഡ് റൈറ്റ് കെയർഫുള്ളി. അതുകൊണ്ട് നമ്മൾ വായിക്കുകയും എഴുതുകയും ശ്രദ്ധയോടെ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ലൈഫ് ഈസ് ലൈക്ക് എ ടിഷ്യൂ പേപ്പർ പോലെ. അങ്ങനെ ഈ രണ്ട് യാത്ര ഞാൻ പറഞ്ഞു, ഒരു മകൾ ഒരു അമ്മയുടെ സംരക്ഷണത്തിൽ തിരികെ വരുന്നത്, അതുപോലെ തന്നെ ഒരു അപ്പന്റെ സ്ഥലത്ത് നിന്ന് മകൻ വീണ്ടും വരുമ്പോഴും ഇവിടെ പശ്ചാത്തല ശുശ്രൂഷയിലൂടെ ഇവിടെ കൊണ്ടുവരികയാണ്. ആ ശുശ്രൂഷയാണ് വിശുദ്ധമായ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിലോ ഉണ്ട്. അപ്പ സ്വർഗത്തോടും നിന്നോടും പിഴ ചെയ്തു, ഇനി എക്കാലം ആശ്രമില്ല. എന്നാൽ ആ കൂലിക്കാർ എപ്രകാരമാണോ അപ്പൻ കൈക്കൊള്ളുന്നത്, അതുപോലെ എന്നെയും കൈക്കൊള്ളണമേ. 2025 പ്രവേശിക്കുമ്പോൾ ശരിയാണ്, പല ഭാരങ്ങളും നമുക്കുണ്ടാകും, പല പ്രതിസന്ധികളും നമുക്കുണ്ടാകും. പലരും നമ്മളെ വേണ്ടാന്ന് പറഞ്ഞിരിക്കാം, പലരും നമ്മൾ ഉപദ്രവിച്ചിരിക്കാം, പലരും നമ്മുടെ വാക്കുകളെ നമ്മൾ വേദനിപ്പിച്ചിരിക്കാം, പലരും നമ്മുടെ പ്രവൃത്തികളാൽ നമ്മൾ വേദനിപ്പിച്ചിരിക്കാം. എന്നിരുന്നാലും തന്നെ ആ വാക്കുകളിൽ നിന്നുകൊണ്ട് ഇവിടെ ഒരു റിക്കൺസിലിയേഷൻ ശുശ്രൂഷയാണ്. ആ ഒരു ശുശ്രൂഷയാണ് എന്താണ് ആ ഉപദേശം എന്ന് പറയുന്നത്. അപ്പ സ്വർഗത്തോടും നിന്നോടും പിഴ ചെയ്തു, കൂലിക്കാരൻ എപ്രകാരമാണോ ആ പ്രകാരം അപ്രകാരം എത്തിക്കാൻ. ആണ് സ്നേഹത്തിന്റെ ആ മാധുര്യം, ആ സ്നേഹമാകുന്ന മാതൃമാർഗത്തെ നമ്മുടെ ഉള്ളിലേക്ക് തരുന്നത്. പ്രിയമുള്ളവരെ, നാം വായിച്ച വിശുദ്ധ ഭാഗം അങ്ങനെയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അവിടെ വലിയ കൽപ്പനയാണ് നമുക്ക് തരുന്നത്. അത് തന്നെയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഈ പഴയ നിയമത്തിലുള്ള 10 കൽപ്പനകളെ ചെറുതായി ക്രിസ്തു നമ്മുടെ ശിഷ്യന്മാർക്ക് നൽകിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുവാണെങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാരെന്ന് വിളിക്കപ്പെടും. പ്രിയമുള്ളവരെ, ഞാൻ വാക്കുകൾ ഉപസംഹരിച്ചു കൊള്ളട്ടെ. പ്രതീക്ഷകൾ എപ്പോഴും നല്ലത് തന്നെ, പ്രത്യേകിച്ച് പുതുവത്സര പ്രതീക്ഷകൾ. എങ്കിലും ഓർക്കേണ്ടത് ഇതാണ്: ഉടയാനാകാത്ത വണ്ണം ലോകക്കുടകളിൽ ആകാനല്ല നോക്കേണ്ടത്. ഉടഞ്ഞാലും നീതി പുറത്തുവിടുന്ന ഗുണമാകുകയാണ് പ്രാധാന്യം. ഉടയാതെ കാക്കുന്നതിന് എന്നതിനേക്കാൾ ഉപ്പ് കലർന്നതെങ്കിലും പശ്ചാത്താപത്തിന്റെ ദാഹം കുടിക്കുകയാണ് പ്രാധാന്യം. വിശ്വസ്തരാക്കുക എന്നത് പ്രാധാന്യം. ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്നു പിടിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ വചനം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരിവുകൾ കൊടുക്കും. ഇതാണ് നമ്മുടെ ജീവിതം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും മറ്റൊരു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, മറ്റൊരു ശുശ്രൂഷകൾ മറ്റൊരു കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതാണ് ആ ജീവിതത്തിന്റെ അംശം. അതെല്ലാവർക്കും സാധിക്കേണ്ടത് പ്രാർത്ഥിച്ചുകൊണ്ട് തമ്മിൽ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ഈ പുതുവത്സരത്തെ വരവേൽക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപയാലും 2024 പൂർത്തീകരിച്ച് 2025 വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ നന്മയ്ക്കായി ഭാഗ്യത്തിനായി ദിവസത്തിൽ നന്ദിയോടെയാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കോട്ടയം പഴയ സെമിനാരിയിലെ 3-ാം വർഷ വിദ്യാർത്ഥികളാണ് ഇന്ന് നമ്മോടൊപ്പം ഈ ആരാധനയുള്ളത്. അവരുടെ പഠനത്തിന്റെ ഭാഗമായി ഹോസ്പിറ്റൽ മിനിസ്ട്രിയുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങാണ് ഇവരിവിടെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ 29-ാം തീയതി മുതൽ ജനുവരി മാസം 9-ാം തീയതി വരെ ഇവരിവിടെയുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിലെ ശുശ്രൂഷകൾ കണ്ട് മനസ്സിലാക്കുവാൻ പഠിക്കുവാനായിട്ടാണ് ഈ 23 വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ടുള്ളത്. അതിനായ ബച്ചൻ ഉൾപ്പെടെ 23 പേരാണ് ഈ ബാച്ചിലുള്ളത്. വളരെ സന്തോഷത്തോടു കൂടി ഹൃദയപൂർവ്വം നിങ്ങളെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഔദ്യോഗികമായി സ്വാഗതം വഹിച്ചതാണ് എങ്കിലും ഫുൾ കമ്മ്യൂണിറ്റി ഇവിടെ ഇല്ല എങ്കിലും on behalf of all the student community we welcome you all to be in this family. ഇന്ന് നമ്മോടൊപ്പം ഒരു കുടുംബം കൂടി സന്തോഷത്തോടു കൂടി പങ്കെടുക്കുന്നു. ഡോക്ടർ അനീഷ്
ജോർജ്, ഡോക്ടർ ശ്രേയത്തെ. ഡോക്ടർ അനീഷ് ഇവിടെ MBBS പഠിച്ച വിദ്യാർത്ഥിയാണ്. MBBS അണ്ടർ ഗ്രാജുവേഷൻ ഇവിടെ പഠിച്ചു. അതിനുശേഷം വെല്ലൂർ CMCയിൽ വന്ന് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഒക്കെ നടത്തിയതിനു ശേഷം PG പീഡിയാട്രിക്സ് ഇവിടെ ചെയ്തു. ഇപ്പോൾ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ഡോക്ടർ ശ്വേതി പീഡിയാട്രിക്സ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ പീഡിയാട്രിക്സ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ CMCയിൽ രണ്ടുപേരും ശുശ്രൂഷ ചെയ്യുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രിയപ്പെട്ട 2 സഹോദരങ്ങളും ഞങ്ങളോടൊപ്പം ഇവിടെയുണ്ട്. 2 പൈതങ്ങളെയാണ് ദൈവമൊക്കെ ദാനമായിട്ട് നൽകിയിട്ടുള്ളത്. ഒരാൾ ലൂക്കും ഒരാൾ ഇസ്രായേൽ. 2 ആൺമക്കളെ ദൈവമൊക്കെ ദാനമായി നൽകി. ഈ 4 പേരും ഇന്ന് ഈ ആരാധനയിലൂടെ സംബന്ധിക്കുന്നു. ഏറെ സന്തോഷമുണ്ട്. ഇന്നലെ അനീഷ് ഹോസ്റ്റലിലേക്ക് വരികയും പഴയ മുറികളൊക്കെ ഒന്ന് കാണാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നു. പ്രിയപ്പെട്ട അനീഷിനെയും കുടുംബത്തെയും വളരെ ഹൃദയപൂർവ്വം വീണ്ടും ഈ IMS ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും അനുഗ്രഹമായി ഉപയോഗിക്കുവാൻ ദൈവം സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, ലോകത്തെമ്പാടുമുള്ള രോഗികൾ വിളിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കുവാൻ മുന്നിട്ട് വരുന്നവരുടെ ഗണത്തിൽപ്പെട്ടവരാണ് ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് പല രോഗികളും ആവശ്യങ്ങൾ പറയുമ്പോൾ ചെയ്തു കൊടുക്കാൻ വൈദികർക്ക് സാധിക്കുന്നുള്ളതെന്ന് വളരെ വ്യക്തമായ സത്യമാണ്. അതുകൊണ്ട് തീർച്ചയായും ഇവരെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. പ്രിയപ്പെട്ട കുടുംബത്തോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഞങ്ങളുടെ MGOCS ഫാമിലിയുടെ ഒരു സ്നേഹ ഉപഹാരം സ്വീകരിക്കുവാനായിട്ട് പ്രിയ അനീഷിനെയും പ്രിയ ശ്വേതയും മക്കളെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മുമ്പോട്ട് വന്ന് ഉപഹാരം മുഴുവൻ ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുതിയ വർഷത്തിലെ ക്രമീകരണങ്ങൾക്കുമായിട്ട് യാത്ര തുടരാം. ഒരു വാക്ക്, പരീക്ഷ എഴുതാനായി ഒരുങ്ങുന്ന എൻ്റെ സഹോദരങ്ങളോട് ഭയപ്പെടരുത്. തമ്പുരാൻ എപ്പോഴും നിങ്ങൾക്ക് കൂടെ ഉണ്ടാവും. അതുകൊണ്ട് മനസ്സിൻ്റെ ഭയമൊക്കെ മാറ്റി പ്രാർത്ഥനയോടുകൂടി ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ നിങ്ങൾ ഒരുക്കമായിട്ടുള്ളവരാണ്. പക്ഷേ ഈ പ്രാവശ്യം പേടി കൂടുതലാണെന്ന് എനിക്കറിയാം. എങ്കിലും അധൈര്യപ്പെടരുത്. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്ന വിശുദ്ധ കുർബാനയിൽ എല്ലാവരെയും ഓർത്തിരുന്നു. സന്തോഷത്തോടെ പോയി പരീക്ഷയിൽ സമാധാനത്തോടെ പഠിക്കുന്നതിൻ്റെ എല്ലാ ആശംസകളും നേർന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം. കേൾക്കുവാനായിട്ട് മുമ്പോട്ട്. സൈഡിൽ വെക്കാവോ? അവിടെ വെക്കാവോ? അങ്ങോട്ട് വെച്ചു. സ്റ്റാൻഡ് വെച്ചു. ഇവിടെ നടുക്കോട്ട് വെച്ചാൽ